ലോക രാഷ്ട്ര നേതാക്കന്മാർ 50ഓളം രാഷ്ട്ര നേതാക്കന്മാർ അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിയിട്ടുണ്ട്. 10 രാജാക്കന്മാർ എത്തിയിട്ടുണ്ട്. അങ്ങനെ 170ഓളം രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് ഈ സംസ്കാര ശുശ്രൂഷകൾക്ക് പങ്കെടുക്കുവാൻ വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടി അവിടെ എത്തിയിരിക്കുന്നത്. ഈ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അതിനുശേഷം ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ നിന്നും കിലോമീറ്ററുകൾ ദൂരെയുള്ള 4 കിലോമീറ്റർ ദൂരെയുള്ള മേരി മേജർ ബസിലിക്കയിലേക്ക് കൊണ്ടുപോകും. അത് അവിടെ വളരെ ലളിതമായ ചടങ്ങാണ്. ഏകദേശം ഒരു 50ഓളം പേർക്ക് മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. അത്രയും സ്വകാര്യമായിട്ടുള്ളൊരു ചടങ്ങാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഫാദർ തോമസ് തറയിലിന് ഇതുമായി ബന്ധപ്പെട്ട് ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. തീർച്ചയായും ഫാദർ തോമസ് തറയിൽ ചടങ്ങുകൾക്ക് ഒരുപാട് വൈശിഷ്ട്യമുണ്ട്. മാർപ്പാപ്പ ആഗോള ഈ പറഞ്ഞതുപോലെ അദ്ദേഹം മുന്നോട്ട് വെച്ച ചില ആവശ്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണപത്രത്തിൽ പോലും അത്തരം ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വൈശിഷ്ട്യമായ വലിയ ചടങ്ങാണ്. നമ്മളത് തത്സമയം പ്രേക്ഷകർക്കായി വത്തിക്കാനിൽ നിന്ന് കാണിക്കുന്നുമുണ്ട്. എന്തൊക്കെ പ്രത്യേകത ഉണ്ടാകും ഈ ചടങ്ങുകളിൽ? അദ്ദേഹത്തിൻ്റെ ആഗ്രഹ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് ചെറിയ ചില മാറ്റങ്ങൾ കൂടി ഈ ചടങ്ങുകൾക്കുണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പാരമ്പര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച വ്യക്തിയാണ്. മുൻ പാപ്പമാർക്ക് നൽകിയിരുന്ന വലിയ ആർഭാടപൂർവമായ സംസ്കാര ശുശ്രൂഷകളെ മാറ്റിവെച്ചുകൊണ്ട് തികച്ചും ലളിതവും എന്നാൽ അതേസമയം തന്നെ പ്രൗഢവുമായ ചടങ്ങുകളോടെയാണ് ഈ സംസ്കാര ശുശ്രൂഷ നടത്തുക. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് സാധാരണ 3 പേടകങ്ങളിലടക്കം ചെയ്യപ്പെടുന്ന ശരീരത്തിന് പകരം ഒരു തടിപ്പെട്ടിയിൽ മാത്രം തൻ്റെ ശരീരം വെച്ചാൽ മതി. അതുപോലെ തന്നെ ഉയർന്ന പീഠത്തിൽ തൻ്റെ ശരീരം സ്ഥാപിക്കേണ്ട, നിലത്ത് സാധാരണക്കാരെ പോലെ തന്നെ തൻ്റെ ശരീരം ഉൾക്കൊള്ളുന്ന പേടകം നിക്ഷേപിച്ചാൽ മതി. അതുപോലെ തന്നെ തൻ്റെ കല്ലറ തികച്ചും ലളിതമായിരിക്കണം. ആ കല്ലറയിൽ മറ്റ് ആലേഖനങ്ങളൊന്നും പാടില്ല. ഫ്രാൻസിസ്കൂസ് എന്ന പേര് മാത്രം, ഒപ്പം അദ്ദേഹം ധരിച്ചിരുന്ന കുരിശിൻ്റെ ഛായാചിത്രവും. ഇത് മാത്രമാണ് ആ കല്ലറയിൽ ഉണ്ടാവുക. അപ്പം അങ്ങനെ മരണത്തിലും മരണാനന്തര സംസ്കാര ചടങ്ങുകളിലും എല്ലാം തൻ്റെ മുഖമുദ്രയായ ലാളിത്യം കാത്തു സൂക്ഷിക്കുവാൻ പാപ്പ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചിരിക്കുന്നു. കാർമ്മികരായിട്ടുള്ള കർദിനാളന്മാരും മെത്രാപ്പൊലീത്തമാരും പാത്രിയാർക്കീസുമാരും വൈദികരുമെല്ലാം ബലിവേദിയിലേക്ക് അണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ പിതാവിൻ്റെ ശരീരമടക്കം ചെയ്ത പേടകം അൾത്താരയുടെ മുൻപിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിവിധ മത നേതാക്കന്മാരും രാഷ്ട്ര നേതാക്കന്മാരും ഈ സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് കർദിനാൾ തിരുസംഘത്തിൻ്റെ ഡീനായിട്ടുള്ള ജോൺ ബാപ്റ്റിസ്റ്റ് റേ എന്ന കർദിനാളാണ് ഈ തിരുക്കർമ്മങ്ങൾക്ക് ഇന്ന് നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ ദിവ്യബലിയോടുകൂടിയാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നത്. ഉടൻ തന്നെ ദിവ്യബലി ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ പ്രവേശന ഗീതം ഗായക സംഘം ആലപിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഫാദർ ഒന്ന് പോയിട്ട് വരാം. ഫാദർ, അത്
pax vobis. et cum spiritu tuo. Fratres, agnoscamus peccata nostra, ut attisimus ad sacra mysteria celebranda. Confiteor Deo Onnipotenti et vobis fratres, quia peccavi nimis cogitatione, verbo, opere et omissione. Mea culpa, mea maxima culpa. Ideo precor beata Mariam semper virginem, omnes angelos et santos, et vos fratres, orare pro me ad Dominum Deum nostrum. Misereatur nostri omnipotens Deus, et dimissis peccatis nostris perducat nos ad vitam aeternam. സംസ്കാര ശുശ്രൂഷകൾ പുരോഗമിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലുകയാണ് ലോകം. കഴിഞ്ഞ 9 ദിവസമായി ദുഃഖാചരണമാണ് വത്തിക്കാനിൽ. ലക്ഷോപലക്ഷം ജനങ്ങൾ അവിടേക്കെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് 180ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ എത്തി എന്നാണ് കണക്ക് പുറത്തു വരുന്നത്. നിരവധി രാഷ്ട്രത്തലവന്മാർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്തിമോപചാരം അർപ്പിക്കാനായി. ലോകം അദ്ദേഹത്തിന് അർഹതപ്പെട്ട, കാരണം ആരെയും വെറുപ്പിക്കാത്ത, എല്ലാവരോടും സമാധാനപൂർണ്ണമായി സംസാരിക്കുന്ന, പെരുമാറുന്ന, ലോകസമാധാനത്തിനായി ഇടപെടുന്ന ഒരു മനുഷ്യൻ, ഫാദർ തോമസ് തറയിൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാനുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട്. കാരണം നമുക്കറിയാം, എത്രയോ യുദ്ധങ്ങൾ ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സമാധാനമില്ലാതെ ജീവിക്കുന്ന വലിയ ജനത പല സ്ഥലങ്ങളിലുമുണ്ട്. സമാധാനം എന്നത് അകലെയായിട്ടുള്ള പല രാജ്യങ്ങളുമുണ്ട്. മനുഷ്യൻ്റെ കൂട്ടക്കുരുതിയൊക്കെ എത്രയോ വർഷങ്ങളായി നടക്കുന്നു. അവിടെ ഐക്യരാഷ്ട്രസഭയെ പോലെയുള്ള സംഘടനകളൊക്കെ നോക്കുകുത്തിയായിരിക്കുമ്പോൾ ഇത്തരത്തിൽ ആഗോള തലത്തിൽ അക്സെപ്റ്റൻസ് ഉള്ള, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മനുഷ്യൻ പറയുന്ന വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ഇടപെടലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ശൂന്യത സൃഷ്ടിക്കുന്ന വിടവ് ഒട്ടും ചെറുതായിരിക്കില്ല. തീർച്ചയായും യുദ്ധത്തിൻ്റെയും പ്രകൃതിക്ഷോഭങ്ങളുടെയും ഒക്കെ കെടുതികളിൽ ഫ്രാൻസിസ് പാപ്പായുടെ മനസ്സ് എപ്പോഴും വേദനിച്ചിരുന്നു. അവസാന നിമിഷം വരെയും, മരണത്തിൻ്റെ തലേന്ന് പോലും ഈസ്റ്റർ ഞായറാഴ്ച അദ്ദേഹം ലോക നേതാക്കളോട് ആവശ്യപ്പെട്ടത് യുദ്ധം അവസാനിപ്പിക്കുക, സമാധാനം സാധ്യമാണ്, യുദ്ധത്തിലൂടെ കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരെ സഹായിക്കുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയം. ഇപ്പോൾ ദിവ്യബലിയുടെ പ്രാരംഭ കർമ്മങ്ങൾ പുരോഗമിക്കുന്നു. കർദിനാൾ ജോവാന്നി ബാപ്റ്റിസ്റ്റ റേ ആദ്യത്തെ പ്രാർത്ഥന അർപ്പിക്കുന്നു. സഭയുടെ ഔദ്യോഗിക ഭാഷയായ ലത്തീൻ ഭാഷയിലാണ് തിരുക്കർമ്മങ്ങൾ നടത്തപ്പെടുന്നത്. In unitate Spiritus Sancti Deus per omnia saecula saeculorum. തുടരാം, ഫാദർ തുടരാം.
ഇപ്പോൾ തുടർന്ന് വരുന്നത് ദൈവവചന പാരായണമാണ്. ഇന്നത്തെ ദിവ്യബലിയിൽ 3 വായനകളാണ് ഉള്ളത്. ആ 3 വായനകളും പാപ്പായുടെ ആചാര്യ ശുശ്രൂഷയെ അനുസ്മരിപ്പിക്കുന്ന വായനകളാണ്. 2 ലേഖന ഭാഗങ്ങളും തുടർന്ന് സങ്കീർത്തനവും. ഇപ്പോൾ ഒന്നാമത്തെ വായന വായിക്കപ്പെടുകയാണ്. I understand that God shows no partiality, but in every nation anyone who fears him and does what is right is acceptable to him. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്തിൽ നിന്നുമുള്ള വായന As for the word that he വായിക്കുന്നു. sent to Israel, preaching good news of peace through Jesus Christ, he is Lord of all. You yourselves know what happened throughout all Judea, beginning from Galilee after the baptism that John proclaimed, how God anointed Jesus of Nazareth with the Holy Spirit and with power. He went about doing good and healing all who were oppressed by the devil, for God was with him. And we are witnesses of all that he did, യേശുക്രിസ്തുവിനെ both in the country of the Jews രാജാവായി and in ദൈവം Jerusalem. അഭിഷേകം ചെയ്തു. They put him to അദ്ദേഹം death by hanging നന്മ him on a ചെയ്ത് tree, കടന്നുപോയി. but God ആ raised him വചനങ്ങൾ on the third യഥാർത്ഥത്തിൽ day and ഫ്രാൻസിസ് caused him to പാപ്പായുടെ appear, സാർത്ഥകമാവുകയാണ്. not to all നന്മ people, ചെയ്തുകൊണ്ട് but to us, ലോകത്തിന് who സമാധാനം had been chosen പകർന്നുകൊണ്ട് by God as കടന്നുപോയ ഒരു witnesses, പാപ്പയ്ക്കാണ് who ate നാം and ഇപ്പോൾ drank with him after he rose അന്ത്യയാത്രാഞ്ജലി from the dead. അർപ്പിക്കുന്നത്. And he commanded us to preach to the people and to testify that he is the one appointed by God to be judge of the living and the dead. To him, all the prophets bear witness that everyone who believes in him receives forgiveness of sins through his name. Verbum Domini. ഒന്നാമത്തെ വായനയെ തുടർന്ന് സങ്കീർത്തനം ആലപിക്കപ്പെടുകയാണ്. പ്രതിവചനമായി സങ്കീർത്തനം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ജനങ്ങളെല്ലാവരും ഏറ്റുപാടുന്നു. Super aquas quieti seduxit me, animam mea refecit. Deduxit me super semitas justitiae, propter nomen suum. Nam etiam bulavero in valle umbre mortis non timebo mala, quoniam tu mecum es. Virga tua et baculus tuus, ipsa me consolata sunt. Parastin conspectum കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന സങ്കീർത്തനം ലത്തീൻ ഭാഷയിൽ പ്രതിവചനമായി ആലപിക്കപ്പെടുകയാണ്. Impinguastino leo caput meum, et calix meus redundat. Et enim benignitas
et misericordia subsequentur me, omnibus diebus vitae me. Et inhabitabo in domo Domini, in longitudinem dierum. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകം വിട ചൊല്ലുകയാണ്. അപൂർവതകൾക്ക്, ആഗോള കത്തോലിക്ക സഭയിലെ ഒട്ടേറെ അപൂർവതകൾക്ക് വഴിയഴിക്കൊണ്ട് കടന്നുവന്ന ആ വലിയ ഇടയൻ, അദ്ദേഹം കാലത്തിന് നിയോഗം പോലെ വളരെ അപ്രതീക്ഷിതമായി പദവിയിലെത്തിയ ഒരു മനുഷ്യൻ. De donde aguardamos un Salvador, el Señor Jesucristo. Él transformará nuestro cuerpo humilde según el modelo de su cuerpo glorioso. രണ്ടാം വായന Esa energía que posee വിശുദ്ധ para someter പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുമുള്ള വായന ഇറ്റാലിയൻ ഭാഷയിൽ വായിക്കപ്പെടുന്നു. y añorados, mi alegría y mi corona. Manteneos así en el Señor, queridos. Verbum Domini. സുവിശേഷ വായനയ്ക്കൊരുക്കമായി ഹല്ലേലൂയ ഗീതം ഇപ്പോൾ ആലപിക്കുന്നു. ഈസ്റ്റർ കാലഘട്ടമായതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആഘോഷപൂർവം ഹല്ലേലൂയ ഗീതം ആലപിക്കുകയും തുടർന്ന് സുവിശേഷം വായിക്കപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഡീക്കനും പരിചാരകന്മാരും സുവിശേഷ ഗ്രന്ഥവുമായി വചനപീഠത്തെ സമീപിക്കുന്നു. സുവിശേഷ വായനയ്ക്കൊരുക്കമായി മുഖ്യ കാർമ്മികൻ ധൂപകലശത്തിൽ കുന്തിരുക്കം നിക്ഷേപിക്കുന്നു. ഈ കുന്തിരുക്കത്തിൻ്റെ പുകച്ചുരുളുകൾ സ്വർഗത്തിലേക്ക് ഉയരുന്നത് പോലെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും സ്വർഗത്തിലേക്ക് ഉയരുകയാണ്. സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ഡീക്കൻ മുഖ്യ കാർമ്മികനിൽ നിന്നും ആശീർവാദം സ്വീകരിക്കുന്നു. ഹല്ലേലൂയ ഗീതങ്ങളുടെ അകമ്പടിയോടെ സുവിശേഷ ഗ്രന്ഥം വചനപീഠത്തിലേക്ക് സംവഹിക്കപ്പെടുന്നു.
Dominus vobiscum. Et tu spiritu tuo. Lectio Sancti Evangelii secundum വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുമുള്ള സുവിശേഷ ഭാഗം ലത്തീൻ ഭാഷയിൽ ഡീക്കൻ ഇപ്പോൾ വായിക്കുന്നു. Cum manifestasset se Iesus discipulis suis, e prandisen cum eis, dicit Simoni Petro Iesus, Simon Ioannis, diligis me plus iis, dicit ei, etiam Domine, tu ഉദ്ധാനം ചെയ്ത ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അവർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി അവരോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം ശിമയോനോട്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം ചോദിച്ചുറപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് നാം ഇപ്പോൾ ശ്രവിക്കുന്നത്. പരിശുദ്ധ പാപ്പ പത്രോസിന്റെ പിൻഗാമിയാണ്. യേശു പത്രോസിനോട് ആവശ്യപ്പെട്ടത് മറ്റുള്ളവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കണമെന്നാണ്. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ നിശ്ചയമായിട്ടും മറ്റെല്ലാവരെക്കാളും അധികമായി യേശുവിനെ സ്നേഹിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ ആ സുവിശേഷ വചനങ്ങളാണ് പ്രഘോഷിക്കപ്പെടുന്നത്. Domine, tu omnia scis, tu cognoscis quia amo te. Dicit ei, pasce oves meas. Amen, amen dico tibi, cum esses junior, cingebas te ipsum, et ambulabas ubi volebas. പത്രോസിന് യേശുവിനോടുള്ള സ്നേഹത്തിന്റെ പ്രതിഫലമായി യേശു ഏൽപ്പിച്ചത് തൻ്റെ അജഗണത്തെ മേയ്ക്കുവാനുള്ള ഉത്തരവാദിത്വമാണ്. അതേ ഉത്തരവാദിത്വമാണ് ഫ്രാൻസിസ് പാപ്പ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ സ്വീകരിച്ചത്. അന്ത്യം വരെയും വിശ്വസ്തയോടെ ആ ദൗത്യം പാപ്പ നിറവേറ്റുകയും ചെയ്തു. Dicit ei sequere me. Verbum Domini. Laus tibi Christe. സുവിശേഷ വായനയ്ക്ക് ശേഷം സുവിശേഷ ഗ്രന്ഥം സാഘോഷം മുഖ്യ കാർമികന്റെ മുമ്പിൽ ആനയിക്കപ്പെടുന്നു. മുഖ്യ കാർമികൻ ആ സുവിശേഷ ഗ്രന്ഥം ചുംബിച്ചുകൊണ്ട് ആദരവ് പ്രകടമാക്കുന്നു. Presieduto grandi incontri nel corso di questi 12 anni. ഇപ്പോൾ മുഖ്യ കാർമികൻ സുവിശേഷ പ്രസംഗം നടത്തുകയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായെയും അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെയും അനുസ്മരിച്ചുകൊണ്ട് കർദിനാൾ ജോവാന്നി ബാപ്റ്റിസ്റ്റ റേ, കർദിനാൾ സംഘത്തിൻ്റെ ഡീൻ, ഇപ്പോൾ സുവിശേഷ പ്രഘോഷണം നടത്തുന്നു. A nome del Collegio dei Cardinali saluto
ringrazio tutti i presenti. Con intensità di sentimento rivolgo un differente saluto e un vivo ringraziamento സന്നിഹിതരായിരിക്കുന്ന എല്ലാ കർദിനാളന്മാരുടെയും ai capi di മെത്രാപ്പൊലീത്തമാരുടെയും മെത്രാന്മാരുടെയും നാമത്തിൽ പരിശുദ്ധ പിതാവിന് da numerosi കൃതജ്ഞത അർപ്പിക്കുന്നു. ad esprimere affetto, venerazione e stima verso il Papa che ci ha lasciati. Il plebiscito di manifestazione di affetto e di partecipazione che a tutti abbiamo visto dopo il suo passaggio da questa terra all'eternità ci dice quanto l'intenso pontificato di Papa Francesco abbia toccato le menti ed i cuori. La sua ultima immagine, che rimarrà nei nostri occhi e nel nostro cuore, è quella di domenica scorsa, solennità di Pasqua, quando Papa Francesco, nonostante i gravi problemi di salute, ha voluto impartire la benedizione അഭൂതപൂർവമായ ജീവിതചര്യ കൊണ്ട് di San Pietro തൻ്റെ വ്യക്തിത്വം e poi അപ്പസ്തോലിക ശുശ്രൂഷയിൽ പതിപ്പിച്ച വ്യക്തിയാണ് questa piazza പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ. per salutare dalla ലോകത്തിൻ്റെ scoperta വൈവിധ്യമാർന്ന la grande folla പ്രതിസന്ധികൾക്കിടയിലും per la messa pasquale. പ്രത്യാശയുടെ നക്ഷത്രമായി പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ വിരാജിച്ചു. Vogliamo ora affidare യുദ്ധങ്ങളും l'amato Pontefice പ്രകൃതിക്ഷോഭങ്ങളും perché gli conceda കുടിയേറ്റവും മറ്റ് പലതരത്തിലുള്ള പ്രതിസന്ധികളും മൂലം വേദന അനുഭവിച്ചവരോട് പക്ഷം ചേർന്നുകൊണ്ട് അവർക്കൊക്കെ പ്രത്യാശ പകർന്നു കൊടുത്തുകൊണ്ട് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ തൻ്റെ ആചാര്യ ശുശ്രൂഷ നിറവേറ്റുകയായിരുന്നു. la voce stessa di Cristo സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മനസ്സാക്ഷിയുടെ മുൻപിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ എപ്പോഴും നിലകൊണ്ടു. e la risposta di Pietro fu pronta e sincera. Signore, tu conosci tutto, tu sai che ti voglio bene. E Gesù gli affidò la grande missione: pasci le mie pecore. Sarà questo il compito costante di Pietro e dei suoi successori, un servizio di amore sulla scia del Maestro e Signore nostro Gesù Cristo. Nonostante la sua finale fragilità e sofferenza, Papa Francesco ha scelto di percorrere questa via di donazione fino all'ultimo giorno della sua vita terrena. Egli ha seguito le orme del suo Signore, il buon pastore, che ha amato le sue pecore fino a dare per loro la sua stessa vita. E lo ha fatto con forza e serenità, vicino al suo gregge, la Chiesa di Dio. Quando il Cardinal Bergoglio, il 13 marzo 2013, fu eletto dal conclave a Papa Benedetto XVI, aveva alle spalle gli anni di vita religiosa nella compagnia di Gesù e soprattutto era arricchito dall'esperienza ബെനഡിക്ട് 16 പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്നാണ് 2013 മാർച്ച് 13 പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ സഭയുടെ പരമാചാര്യനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു